ഗൈസ് എല്ലാവർക്കും ടി ഫോർ എംഎസിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിന്നത് ഈ കാണുന്ന തോട്ടിൽ മീൻ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ തോട്. കണ്ടില്ലേ, കുറച്ചധികം മീനുകളൊക്കെ കുടിക്കുന്നുണ്ട്, ചെറുതരാണെങ്കിലും. ഇത് ഒരുപാട് പ്രാവശ്യം പിടിച്ചുള്ളതാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഒരുപാട് വന്നിറങ്ങി ഒരുപാട് പ്രാവശ്യം പിടുത്തം കഴിഞ്ഞാണ്. എന്നാലും അത്യാവശ്യം നല്ല അത്യാവശ്യം മീനുകളൊക്കെ കുടിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് വല്ലതും കിട്ടും നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷിങ് തുടങ്ങാം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡിൽ മൊബൈൽ കുത്തിയിട്ട് വെച്ചേക്കണം അവിടെ. അപ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മൾ പരമാവധി എന്താ പറയുക, അത് സൂം ചെയ്തിട്ടും ഇതൊക്കെ ആയിട്ട് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്കപ്പോൾ തടുത്തിട്ട വലയിൽ അത്യാവശ്യം പരൽ, കല്ലുത്തി അതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വീശി തപ്പുന്ന സമയത്തും അത്യാവശ്യം കല്ലുത്തിയൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. പക്ഷേ ഇത് കുറച്ച് ലോങ് ആയ കാരണം നമുക്ക് അടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഒരാൾ വീഡിയോ എടുക്കാണ്ട് വെച്ചെങ്കിൽ നമുക്ക് നല്ല അടുത്ത് കാണിക്കാമായിരുന്നു. പിന്നെ ഈ തോടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് മൊബൈൽ വയ്ക്കാൻ പറ്റില്ല, കാരണം നല്ല കുത്തനുള്ള ഒരു ഇതാണ്. പിന്നെ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഈ കാറ്റിന് സ്റ്റാൻഡിൻ്റെ മേലെ നിന്നൊക്കെ ഇടയ്ക്ക് മൊബൈൽ താഴത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ വിശ്വസിച്ച് താഴത്തേക്ക് ഇറക്കിക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ ഓരോ വല വീശിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു വല വീശെടുത്ത് ഇവിടെയാണ്. അതിൽ കുറച്ച് മീനുകളുണ്ട്, നമുക്ക് കിട്ടും നോക്കി നോക്കാം. കല്ലുത്തിയാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു തഴക്കേറില്ലാത്തൊരു കല്ലുത്തിന് നമ്മുടെ തപ്പണ വലയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിനെ പതുക്കെ എടുക്കണം. ഇനി കല്ലുത്തി വല കുടുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കയ്യുമ്മൊക്കെ ഒരുപാട് മുള്ള് കയറും. അതിൻ്റെ ചെകളുടെ അവിടെ, വായയുടെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് മുള്ളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ കയറുന്നുണ്ട്. നല്ലതായിട്ട് വേനെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സൈസ് ഒരു കല്ലുത്തിന് നമുക്ക് കിട്ടിയത്. കുറച്ചും കൂടി അടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. എന്തായാലും നമുക്ക് അവസാനം കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് അടുത്ത വീണ്ടും ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മളതിനെ പതുക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അത് നമുക്കിത് ഒരു കണ്ണൗട്ട് കിട്ടി. പക്ഷെ ഇത് കേടാണ്. നമ്മളതിനെ ദൂരത്തേക്ക് തന്നെ കളയാണ്. നമുക്കതിനെ കുറേ നേരത്തിന് ശേഷം നമുക്കൊരു ഇടത്തരം ഒരു വരാലിനെ കിട്ടിയായിരുന്നു. പക്ഷേ അത് കേടായി പോയി. നമുക്ക് വീണ്ടും വലയിൽ കല്ലുത്തികളൊക്കെ കിട്ടുന്നുണ്ട്. കല്ലുത്തി പിന്നെ സമൃദ്ധി ഉണ്ട്. പിന്നെ ഈ തോടിൻ്റെ അടിയിൽ, വെള്ളത്തിൻ്റെ അടിയിൽ സൈഡ് കൊട്ടാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് കല്ലുകളൊക്കെ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഇത്ര തന്നെ കല്ലുത്തികളൊക്കെ നിൽക്കുന്നത്. പിന്നെ കല്ലുത്തി മാത്രമല്ല, കടുണ്ട് അത്യാവശ്യം. പക്ഷെ കടുവിനൊന്നും നമ്മൾ പിടിക്കുന്നില്ല. അതിൻ്റെ കുത്ത് കിട്ടാണ്ട് പരമാവധി നമ്മൾ നോക്കണം. ഒരു കടയം ചാലിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളുടെ ഇവിടെ ഒരു വല വീശിട്ടുണ്ട്. നമുക്ക് അതൊന്നും വല്ലതും കിട്ടി നോക്കി നോക്കാം. അവിടെ നിന്നായിട്ട് കല്ലുത്തി കിട്ടി. ഇവിടെ കുറച്ച് കല്ലുത്തികളൊക്കെ പിടിച്ചായിരുന്നു. നമുക്ക് പതുക്കെ പതുക്കാണ്ട് കയറി നോക്കി നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ വലയിൽ നിന്ന് വീണ്ടും ഒരുപാട് കല്ലുത്തി, പിന്നെ 2 വിരൽ വീതിയുള്ള ആണിപ്പരൽ, മുണ്ടത്തി പരലിൻ്റെ കൂട്ടുകൾ ഇതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കിത് കാണിച്ചു തരാനായിട്ട് ഇപ്പോൾ ലോങ് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണില്ല മാത്രം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഒരുപാട് പേര് പിടിച്ചു പോയതായാലും അത്യാവശ്യം മീൻ ഉണ്ടായില്ലേ. എനിക്ക് കിട്ടുന്ന പരമാവധി എല്ലാ മീനോടും ഞാൻ ആ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് നീട്ടി കാണിക്കുന്നുണ്ട്. പക്ഷേ നല്ല ലോങ്ങിലായ കാരണം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ആ ഒരു വല വീശി കഴിഞ്ഞാൽ ഒരു 5-6 മീനൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. കല്ലുത്തി, പരൽ അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ബ്രാലൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ബ്രാല് 1-2 കിട്ടിയത് കേടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നേരെ പാടത്തേക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. ആണ് നമുക്ക് വീണ്ടും ഒരു കല്ലുത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ വലയിട്ടിട്ട് നമുക്ക് അടുത്ത് കിട്ടും നോക്കി നോക്കാം. കാരണം അവിടെ കുറച്ച് കല്ല് വീണ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, വീണ്ടും ഒരു അടിപൊളി പിലോപ്പിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളതിനെ നമ്മുടെ വലയിലിട്ട് ഒരുപാട് കല്ല് വീണ് എടുക്കുന്നുണ്ട്. നല്ലൊന്നും മീനെ കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നോക്കി നോക്കണം. അങ്ങനെ നമ്മൾ അടുത്തൊരു വല ആ ഏട്ടിന് നോക്കിയിട്ട് വീശിയിട്ടുണ്ട്. വല ഫുള്ളായിട്ട് വീഴണമെന്നില്ല, എന്നാലും നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വീശി പഠിക്കണമല്ലോ. എന്നാലും നമുക്ക് ഇങ്ങനെ വിരിഞ്ഞാൽ അത്യാവശ്യം കല്ലുത്തി, അതുപോലെ തന്നെ പരൽ, പിലോപ്പി വല്ല ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ കിട്ടാറുണ്ട്. പിന്നെ വരാലുകൾ, ബ്രാലൊക്കെ ഉണ്ടെച്ചെങ്കിൽ നമുക്ക് കിട്ടാറുണ്ട്.
ഗൈസ് അപ്പോൾ നമുക്കിത് 2-3 വല വീശിയപ്പോൾ ഇത് ഇത്രയും മീനുകളെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കല്ലുത്തി, പിന്നെ ഒരു പിലോപ്പി, അങ്ങനെ കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട്. കല്ലുത്തിയൊക്കെ കാണണ്ട, നല്ല സൈസ് കല്ലുത്തികളോട്ടോ കണക്കിന് ചേർന്ന് കണ്ടില്ലേ. നമുക്ക് ഇതുപോലത്തെ കല്ലുത്തികൾ കുറച്ചുണ്ട്, നമുക്ക് ഇനി കിട്ടും നോക്കി നോക്കാം. ഗൈസ് നമ്മളപ്പോൾ ഒരു വല വീശിയിട്ടുണ്ട്. ഇവിടെ ഒന്നാണ്ട് ചെറുമീനോട് കുടിച്ചായിരുന്നു, നമുക്ക് കിട്ടും നോക്കി നോക്കാം. നമുക്ക് കണ്ടില്ലേ ഇത്രയും മീനുകളെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ തപ്പി പോയപ്പോൾ നമുക്ക് ഇതൊരു കടിയുണ്ട്, നല്ല കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് കണ്ടില്ലേ നല്ലൊരു പിലോപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് കണ്ടില്ലേ നല്ലൊരു അടിപൊളി പിലോപ്പിനെ നമുക്ക് കിട്ടിയത്. 2 പിലോപ്പിയായി. വീണ്ടും ഒരു കല്ലുത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്പുറത്ത് വല വീശയിൽ കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിത് കുറച്ചധികം നീങ്ങിയിട്ടാണ് ഞാൻ വല വീശാൻ പോണത്. കണ്ടില്ലേ, അവിടെ 1-2 മീനുകൾ ഇടത്തരം മീനുകൾ കുടിച്ചായിരുന്നു, കല്ലുത്തി ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഒന്നിനെ നമുക്ക് കിട്ടി, നമ്മളതിനെ വലയിലാക്കുകയാണ്. നമുക്ക് തപ്പി നോക്കിയൊക്കെ അതിൽ മീൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒരു 4-5 എണ്ണമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടായിട്ട് കുടിച്ചായിരുന്നു. നമുക്കങ്ങനെ വീട്ടൊരു പിലോപ്പി കിട്ടിയിട്ടുണ്ട്. അതില്ലേ നമുക്ക് നമ്മുടെ തപ്പണ പോലെ ഒരു പിലോപ്പി കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു ചെറിയ കണ്ണാടിനെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ വല വീശിയിട്ട് ആ സ്ഥലം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ക്യാമറ വെച്ചത്. പക്ഷേ അത് വല വീശിയ സ്ഥലത്തായി പോയില്ല, വേറെ തൊട്ടപ്പുറത്ത് തിരിച്ചു വെച്ചു അറിയാണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത വല വീശിയുണ്ട്, ഇതിൽ നിന്ന് വെള്ളം കിട്ടുമോ കേട്ടോ. അങ്ങനെ നമുക്ക് ആ വലയിൽ നിന്ന് ഒരു പിലോപ്പിയും കുറച്ച് കല്ലുത്തിയൊക്കെയായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ആ വല എടുത്തു, വേറെ സ്ഥലത്തേക്ക് നമ്മൾ കെണിച്ചിട്ട് എൻ്റെ അവിടെ കുറച്ച് പാരൽ കിടന്ന് ചാടിയിരുന്നു. അപ്പോൾ അതിനായിട്ട് വീശിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വലയിൽ കുറച്ച് പാരൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ക്യാമറ അതിൻ്റെ ഇടയ്ക്കൊന്ന് താഴത്തേക്ക് വീണു, അപ്പോൾ അത് വീഡിയോയിൽ വന്നില്ല. അപ്പോൾ നമ്മൾ വല എടുക്കുന്ന ടൈമിലാണ് നമ്മൾ ശ്രദ്ധിച്ചത്. നമ്മൾ വേറെ സ്ഥലത്ത് എത്തിയിട്ട് ഇതേ അവിടെ കുറച്ച് മീൻ കുടിക്കുന്നുണ്ട്. ആ തോടിൻ്റെ ഏറെക്കുറെ ഒരു അറ്റത്താണ്. അപ്പോൾ അവിടെ വീശി നോക്കി, ഇതൊന്ന് വെള്ളം കിട്ടും നോക്കി നോക്കാം. അത്യാവശ്യം തരക്കേടില്ലാത്ത കല്ലുത്തിയൊക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ ആ വലയിൽ നമുക്ക് തരക്കേടില്ലാത്ത ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അല്ല, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കല്ലുത്തി തന്നെയാണത്. 1-2 കുടിച്ചാൽ നമുക്ക് വീണ്ടും ഉണ്ടോ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആ വലയിൽ തന്നെ വീണ്ടും തരക്കേടില്ലാത്ത ഒരു കല്ലുത്തീനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരിനെയും കൂട്ടിയിട്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു മീനായിട്ടുണ്ട് നമ്മുടെ വലയിൽ. കണ്ടില്ലേ, അവർ വല തന്നെ ഇപ്പോൾ ഒരു 4-5 എണ്ണമായി കിട്ടണു ഒരൊറ്റ വലയിൽ നിന്ന്. അങ്ങനെ നമ്മൾ ആ വല എടുത്തു, നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കിട്ടുമോ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് അവസാനം വീശിയ വലയിൽ നമുക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ മീൻപിടുത്തം അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ വലയൊക്കെ എടുത്ത് സെറ്റപ്പായി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. കണ്ടില്ലേ, നമുക്ക് തരക്കേടില്ലാത്ത കല്ലുത്തി, പിലോപ്പി, പിന്നെ ചെറിയ കടിയമ്പ്രാല്, അങ്ങനെ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.